കഴിഞ്ഞ ദിവസം നമ്മൾ വയനാട്ടിലേക്കൊരു യാത്ര പോയി കേട്ടോ. പ്രിയദർശിനിയിലായിരുന്നേ പോയിട്ടുണ്ടായിരുന്നത്. ഭയങ്കര തിരക്കാണ് കേട്ടോ അവിടെ. ബസ്സിലുണ്ടായത് നിന്നിട്ട് വേണ്ടിയിരുന്നു യാത്ര ചെയ്യണമെങ്കിൽ. ബസ്സിന് സീറ്റും കിട്ടില്ല. ലാസ്റ്റ് കുറേ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്കൊരു സീറ്റ് കിട്ടി. അങ്ങനെ വെറുതെ എവിടേക്ക് പോകുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നടന്നതാട്ടോ. അങ്ങനെ വെച്ച് എന്നൂർ കാണാൻ നിർത്തി. നമ്മൾ എന്നൂരിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ആണെങ്കിൽ പ്രൈവറ്റ് ബസ് വണ്ടികളൊന്നും കയറില്ല കേട്ടോ. അവരുടേതായിട്ടുള്ള വാഹനം തന്നെ നമ്മൾ യൂസ് ആക്കണം. അപ്പോൾ അവിടുന്ന് താഴത്തുനിന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്നൂരിലേക്ക് പോകാനുള്ള ജീപ്പിൻ്റെ കൂടി അടുക്കായിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കണം കേട്ടോ. അങ്ങനെ എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ജീപ്പ് വിളിച്ചിട്ട് അങ്ങനെ എന്നൂരിലേക്ക് എത്തിയതാണ്. നല്ല ഇതിൻ്റെ മുന്നേ ഞങ്ങൾ പോയിട്ടുണ്ട് എന്നൂർ. മുന്നേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതിൽ. പിന്നെ അതേപോലെ ഞങ്ങളൊന്ന് കണ്ട് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. അവിടെ നിന്ന് പോകുന്ന വഴിക്കൊക്കെ കണ്ടില്ലേ, ഒരുപാട് ഭംഗി. വയനാട് പൊതുവേ അങ്ങനെയാണല്ലോ, ഒരു പച്ചപ്പുള്ള സ്ഥലമല്ല. പക്ഷെ നല്ല ഭംഗി ഉണ്ടായിരുന്നു. മഴ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുടയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ അവരുടെ വിശേഷ ദിവസങ്ങളിൽ യൂസ് ആക്കുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസുകളാണ് കേട്ടോ. ഇത് തുടിയാണിത്. പിന്നെ അതേപോലെ ഇതിപ്പോൾ എന്താ പറയുക, ഇതിൻ്റെ പേരൊക്കെ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ പറ്റി. ഇത് അവരുടെ കട്ടിലാണ് കേട്ടോ. അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കട്ടിലാണ്. മറ്റുള്ള ആ ഒരു സ്ക്വയർ പോലെ കണ്ടില്ലേ, അത് തീ കായുന്നതാണെന്നാണ് പറഞ്ഞത്. ഇത് അവർ കിച്ചൻ്റെ മോഡലുകൾ ഇതാണ് കേട്ടോ. ഇതൊന്നിപ്പം ഞങ്ങളവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ ഇതൊന്നും യൂസ് ആക്കുന്നില്ല എന്നാണ് പറയണത്. ഇതിപ്പോൾ നമ്മളെപ്പോലെയൊക്കെ തന്നെയാണ്, നമ്മൾ യൂസ് ആക്കുന്ന പോലത്തെ പാത്രങ്ങൾ തന്നെയാണ് അവരിപ്പോൾ യൂസ് ആക്കുന്നത്. പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ വരെ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് അവിടുത്തെ അടുക്കളയിൽ നിന്ന് നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ ഫോട്ടോ അതൊക്കെ കണ്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിലേക്ക് കയറിയതായിരുന്നു കേട്ടോ. അവിടുന്ന് കുറച്ച് സാധനങ്ങൾ വെച്ചത് കുരുമുളക്, വയനാട്ടിൽ ഫേമസ് അല്ലല്ലേ വയനാട് കുരുമുളക് എന്ന് പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറിയിരുന്നു. അപ്പോൾ അവിടെ നല്ല ബീഫ് വരട്ടിയതും പൊറോട്ടയായിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ വയറ് നിറയെ കഴിച്ചു. പിന്നെ ഇനിയും ഇവിടെ നിൽക്കാനുള്ള ടൈമില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തത്, കഴിച്ച് കഴിഞ്ഞിട്ട് മെല്ലെ നാട്ടിലേക്ക് തന്നെ തിരിക്കാമെന്ന് വെച്ചു.